പെൺകുട്ടിക്ക് ഹിന്ദിയിൽ അടക്കം നിരവധി ഹിറ്റ് സിനിമകൾ ചെയ്തിട്ടുള്ള രാം ഗോപാൽ വർമ്മ എന്ന സംവിധായകന്റെ ചിത്രത്തിലേക്ക് നായികയായി ക്ഷണം ലഭിച്ചപ്പോൾ മലയാളികൾ അടക്കമുള്ളവർ കൈയടിക്കുകയല്ല ചെയ്തത്, നെറ്റിച്ചുളിക്കുകയാണ് ചെയ്തത്. കാരണം എന്തെന്നാൽ സിനിമാ ഇൻഡസ്ട്രിയിൽ വന്ന കാലം മുതൽക്ക് തന്നെ ഇതുവരെയും നിരവധി വിവാദങ്ങളിൽ സംവിധായകൻ രാം ഗോപാൽ വർമ്മ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയായിരുന്നു ഇതിന് പിന്നിലുള്ള കാരണം. അതിൽ തന്നെ ഏറെയും സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് സംവിധായകനുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. രാം ഗോപാൽ വർമ്മ രംഗീല പോലെ ഒരു സിനിമ സമ്മാനിച്ച സംവിധായകനാണെങ്കിൽ പോലും അടുത്ത കാലത്തായി ഇദ്ദേഹം എടുക്കുന്ന സിനിമകളുടെ ഉള്ളടക്കത്തോടും അതുപോലെ തന്നെ അതിർവിട്ട നഗ്നതാ പ്രദർശനത്തോടും ഒരു വലിയ വിഭാഗം പ്രേക്ഷകർക്ക് എതിർപ്പാണുള്ളത്. അതുകൊണ്ടൊക്കെ തന്നെ സ്ത്രീലമ്പടനായ ഒരു വ്യക്തിയുടെ സിനിമയിൽ നായികാവേഷം ചെയ്യേണ്ടതുണ്ടോ എന്ന തരത്തിൽ വരെ ശ്രീലക്ഷ്മി സതീഷിന് നേരെ ചോദ്യങ്ങളും ഉയർന്നു വന്നിരുന്നു. പോരാത്തതിന് ഇത്തരമൊരു സംവിധായകന്റെ സിനിമയിൽ അഭിനയിക്കുവാൻ മകളെ അനുവദിച്ചതിന് ശ്രീലക്ഷ്മിയുടെ മാതാപിതാക്കൾക്ക് നേരെയും വിമർശനങ്ങളെന്ന് ഉയർന്നു വന്നിരുന്നു. എന്നാൽ പക്ഷേ ഈ സിനിമയുടെ കഥ കേട്ട് ഇഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രമാണ് സാരി എന്ന സിനിമയുടെ ഭാഗമായതെന്നും തനിക്ക് അദ്ദേഹം ഒരു അധ്യാപകനെ പോലെയാണെന്നുമാണ് ശ്രീലക്ഷ്മി അഭിമുഖങ്ങളിലെല്ലാം പറഞ്ഞത്. ഈ സിനിമയിൽ എത്തിയപ്പോഴേക്കും ശ്രീലക്ഷ്മി എന്ന പേര് മാറ്റി ആരാധ്യ ദേവി എന്ന പേരും ശ്രീലക്ഷ്മി സ്വീകരിച്ചിരുന്നു. പണ്ടേ തനിക്ക് തന്റെ ശ്രീലക്ഷ്മി എന്ന പേര് ഇഷ്ടമായിരുന്നില്ല എന്നാണ് ഈ അടുത്ത് നൽകിയൊരു അഭിമുഖത്തിലൂടെ ശ്രീലക്ഷ്മി തുറന്നു പറഞ്ഞിട്ടുള്ളത്. എനിക്ക് ശ്രീലക്ഷ്മി എന്നുള്ള പേര് പണ്ടേ ഇഷ്ടമല്ലായിരുന്നു. ഞാനിവിടെ കുറ്റമായിട്ട് പറയുന്നതല്ല. കാരണം നമ്മളൊരു ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ ഒരു 5 or 6 ശ്രീലക്ഷ്മി ഉണ്ടായിരിക്കുമല്ലോ. എനിക്ക് എപ്പോഴും ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു പേര് വേണമെന്ന് പണ്ടേ ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ അച്ഛനോട് അമ്മയോട് എപ്പോഴും പറയും, എന്തിനാ എനിക്ക് പേരിട്ടത്. അപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോഴത്തേക്കും, എനിക്ക് സ്ക്രീൻ നെയിം ചേഞ്ച് ചെയ്യാൻ ഒരു അവസരം വന്നപ്പോഴത്തേക്കും ഐ തോട്ട് വൈ നോട്ട്, ബിക്കോസ് ഐ തിങ്ക് ശ്രീലക്ഷ്മി ഇസ് എ വെരി ട്രഡീഷണൽ ആൻഡ് എ കൺവെൻഷണൽ നെയിം. സോ at that time my parents and Ram suggested me some names, and among that I liked Aradhya. എനിക്ക് ആരാധ്യ എന്നൊരു പേര് കുറച്ചുകൂടെ ട്രഡീഷണലും വെർസറ്റൈലും ആയിട്ട് തോന്നി. സോ ഐ പിക്ഡ് ഇറ്റ്. Now I'm ആരാധ്യ. ഇപ്പോഴത്തെ സാരി സിനിമയുടെ പ്രൊമോഷനായി കേരളത്തിലെത്തിയ ശ്രീലക്ഷ്മി എന്ന ആരാധ്യ ദേവി ഈ സിനിമയെക്കുറിച്ചും രാം ഗോപാൽ വർമ്മയെക്കുറിച്ചും അദ്ദേഹവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലുമൊക്കെ പ്രതികരിച്ചു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധ നേടിയെടുക്കുന്നു. ക്യാമറ റോളുകൾ ചെയ്യില്ല എന്ന് മുൻപ് പറഞ്ഞതിൽ തനിക്ക് യാതൊരു വിധത്തിലുള്ള പശ്ചാത്താപവും ഇല്ല എന്നാണ് ആരാധ്യ ദേവി പറയുന്നത്. സാരി മാത്രമേ ധരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ താൻ മറ്റുള്ള വസ്ത്രങ്ങൾ കൂടി പരീക്ഷിക്കുവാൻ തുടങ്ങിയതിന് ഒരിക്കൽ പോലും രാം ഗോപാൽ വർമ്മ കാരണമായിട്ടില്ല എന്നാണ് ശ്രീലക്ഷ്മി പറയുന്നത്. അത് താൻ വ്യക്തമായി തന്നെ പറയും. തന്റെ ലൈഫിലുണ്ടായ എല്ലാ കാര്യങ്ങൾക്കും അദ്ദേഹത്തെ പലരും കുറ്റപ്പെടുത്തുന്നുണ്ട്. എന്നാൽ പക്ഷേ തനിക്കത് ഇഷ്ടമല്ല എന്നുകൂടി ശ്രീലക്ഷ്മി കൂട്ടിച്ചേർക്കുന്നു. മാത്രമല്ല ഇത്തരത്തിൽ സംസാരിക്കുന്ന ആളുകളെ നമുക്ക് തടയുവാൻ കഴിയില്ലല്ലോ എന്നുകൂടി ആരാധ്യ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. തന്റെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുള്ള വ്യക്തിയാണ് രാം ഗോപാൽ വർമ്മ എന്നാണ് ശ്രീലക്ഷ്മി പറയുന്നത്. അതും നല്ല രീതിയിൽ തന്നെയുള്ള സ്വാധീനമാണ് അദ്ദേഹം ചെലുത്തിയത്. തന്റെ ജീവിതം ഒരുപാട് മെച്ചപ്പെടാൻ കാരണവും അദ്ദേഹമാണ്. താൻ ഇന്ന് നല്ലൊരു ജീവിതമാണ് നയിക്കുന്നത്. അദ്ദേഹത്തെ കണ്ടുമുട്ടിയത് താൻ സന്തോഷവതിയുമാണ്. രാം എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത് ഒരു അധ്യാപകൻ എന്ന രീതിയിലാണെന്നാണ് ശ്രീലക്ഷ്മി പറയുന്നത്. അദ്ദേഹമാണ് എല്ലാ കാര്യങ്ങളും തന്നെ പഠിപ്പിക്കുന്നത്. നല്ല രീതിയിൽ ഓരോ ദിവസവും ചിന്തിക്കുവാൻ വേണ്ടി പുള്ളി തന്നെ തയ്യാറാക്കുന്നുണ്ട്. മാത്രമല്ല സാരിയിൽ നിന്നും തനിക്ക് ചേഞ്ച് വന്നതിന് പുള്ളി ഒരിക്കലും തന്നെ ഫോഴ്സ് ചെയ്തിട്ടില്ല എന്നാണ് താൻ ധരിക്കുന്ന ഗ്ലാമർ വസ്ത്രങ്ങളെ പറ്റി മെൻഷൻ ചെയ്തുകൊണ്ട് ആരാധ്യ ദേവി പറയുന്നത്. തന്നെ ഒരിക്കൽ പോലും ഇത്തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുവാൻ അദ്ദേഹം ഫോഴ്സ് ചെയ്തിട്ടില്ല. ആളുകൾ അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അങ്ങനെയല്ല എന്നാണ് ആരാധ്യ പറയുന്നത്. സാരി എന്ന സിനിമയുടെ ഭാഗമായ സമയത്ത് തന്റെ ശരീരഭാരം 72 കിലോയായിരുന്നു. ഈ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് കുറയ്ക്കട്ടെ എന്ന് താൻ അങ്ങോട്ട് പോയി അദ്ദേഹത്തിനോട് ചോദിക്കുന്നു. അപ്പോഴും തന്റെ താല്പര്യത്തിനനുസരിച്ച് ചെയ്യുവാനാണ് അദ്ദേഹം തന്നോട് പറഞ്ഞതെന്നാണ് ആരാധ്യ ദേവി പറയുന്നത്. അതുപോലെ തന്നെ രാം ഗോപാൽ വർമ്മയുടെ സിനിമയിൽ അഭിനയിക്കുവാൻ തന്നെ എങ്ങനെ മാതാപിതാക്കൾ അനുവദിച്ചുവെന്ന് ചോദിച്ചാൽ ഇൻഡസ്ട്രിയിൽ എല്ലാവരും ക്ലീൻ ആണെന്ന് തോന്നുന്നുണ്ടോ എന്നുള്ളൊരു മറു ചോദ്യമാണ് ഈ ചോദ്യം ഉന്നയിക്കുന്നവരോട് മുന്നോട്ട് വെക്കുന്നത്. ഒരിക്കലും അങ്ങനെയില്ലല്ലോ. മാത്രമല്ല താൻ ഇങ്ങനെയാണെന്ന് പുള്ളി എല്ലാവരെയും കാണിക്കുന്നുമുണ്ട്. അദ്ദേഹം ഒന്ന് ഒളിപ്പിച്ചു പിടിക്കുന്നുമില്ല. രാം ഗോപാൽ വർമ്മ എല്ലാ വിഭാഗത്തിലുമുള്ള സിനിമയും ട്രൈ ചെയ്തിട്ടുള്ള ഒരാളാണ്. എന്നാൽ പക്ഷേ പണ്ടൊന്നും അദ്ദേഹത്തിന്റെ വാല്യൂ തനിക്കറിയില്ലായിരുന്നു. ഇപ്പോൾ തനിക്ക് അദ്ദേഹത്തിന്റെ വില എന്താണെന്ന് മനസ്സിലാവുന്നുണ്ട്. ഒരിക്കൽ ഇദ്ദേഹം ഒരു നടിയുടെ കാൽ നക്കിയ സംഭവമുണ്ട്. അത് വിവാദവുമായി മാറി. നടിയുടെ കാൽ അദ്ദേഹം നക്കി വിവാദം എടുത്തു നോക്കിയാൽ ആ പെൺകുട്ടിക്ക് ഇത് പ്രശ്നമില്ല എങ്കിൽ പിന്നെ ആർക്കാണ് പ്രശ്നമെന്നാണ് ശ്രീലക്ഷ്മി ചോദിക്കുന്നത്. അനുവാദം ചോദിച്ചിട്ടാണ് പുള്ളി നടിയോട് അത് ചെയ്തത്. പുള്ളി എന്താണെന്നുള്ളത് പുള്ളി കാണിക്കുന്നുണ്ട്. താൻ ഇതേക്കുറിച്ചൊന്നും സംസാരിക്കേണ്ട ആവശ്യം പോലുമില്ല. കാരണം എന്തെന്നാൽ ഇതെല്ലാം അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫിലുള്ള കാര്യങ്ങളാണ്. അദ്ദേഹം അദ്ദേഹത്തിന് വേണ്ടതുപോലെയാണ് ജീവിക്കുന്നത്. കുറ്റപ്പെടുത്തുന്നവരോട് താൻ സംസാരിക്കാറില്ല എന്നും ശ്രീലക്ഷ്മി പറയുന്നുണ്ട്. തന്റെ ലോകം തന്റെ അച്ഛനും അമ്മയുമാണ്. അതുപോലെ തന്നെ RGVയുടെ ഗേൾഫ്രണ്ട് ആണ് താൻ. ലിവിംഗ് റിലേഷൻഷിപ്പ് ആണെന്നൊക്കെ പ്രചരിക്കുന്നത് ഗോസിപ്പ് മാത്രമാണെന്ന് കൂടി ശ്രീലക്ഷ്മി പറയുന്നുണ്ട്. ഈ ഒരു വിഷയത്തിൽ താൻ വ്യക്തമായ ഉത്തരം തന്നു കഴിഞ്ഞാലും എന്താണ് സംഭവിക്കുവാൻ പോകുന്നതെന്നും
പറയുന്നവർ എപ്പോഴും പറയുമെന്നുമാണ് ശ്രീലക്ഷ്മി പറയുന്നത്. ഇതിൽ നമുക്കൊന്നും ചെയ്യുവാൻ പറ്റില്ല എന്നുകൂടി ആരാധ്യാദേവി കൂട്ടിച്ചേർക്കുന്നു. അതേസമയം ആരാധ്യാദേവി നായികയാകുന്ന ഏറ്റവും പുതിയ സിനിമ സാരി മാർച്ച് 28-നാണ് തിയേറ്ററിൽ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നത്. ഈ ചിത്രത്തിന്റെ ട്രെയിലറിന് പ്രേക്ഷകരുടെയും ആരാധകരുടെയും ഭാഗത്തു നിന്നും വലിയ സ്വീകരണമാണ് ലഭിച്ചത്. ചിത്രത്തിനും ഇത്ര തന്നെ സ്വീകാര്യത ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധ്യാദേവിയും RGVയും ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരുമൊക്കെ. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.